ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാട് തെക്കേ അമേരിക്കയിൽ ആമസോൺ പ്രദേശത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മഴക്കാടുകളുടെ 60% ബ്രസീലിലാണ്. ഒത്തിരി ഡേഞ്ചറസ് ആയ മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ആമസോൺ മഴക്കാടുകൾ. ഏറ്റവും ഡേഞ്ചറസ് ആയ ജീവികൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ അനക്കോണ്ട, റാറ്റൽ സ്നേക്ക്, ജാഗ്വർ എന്നിങ്ങനെ വിടുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ആമസോൺ നദിയാണ് നീളം കൂടിയ രണ്ടാമത്തെ നദി. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വെറൈറ്റിയാൽ വളരെയധികം സമ്പുഷ്ടമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു കൃഷിഭൂമിയുടെ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു മണ്ണാണ്. പോഷക ഗുണങ്ങൾ ഇല്ലാത്ത മണ്ണായതിനാൽ കൃഷി സാധ്യമല്ല. എന്നിട്ട് പോലും അത്ഭുതകരമായ വസ്തുതയാണ് വൃക്ഷലതാദികളാൽ സമ്പന്നമായ ഈ മഴക്കാടുകൾ. 40,000-ഓളം സസ്യ ഇനങ്ങളും 1,300-ഓളം പക്ഷി മൃഗാദികളും 2,000 വൈവിധ്യങ്ങളുടെ നിര. മറ്റൊരു കൗതുകമാണ് അവിടെയുള്ള വിക്ടോറിയ ആമസോണിക്ക. വളരെ ജൈന്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് വിക്ടോറിയ ആമസോണിക്ക. ഒരു അഡൽട്ടിന്റെ ഭാരം പോലും ഇതിന്റെ ഇലയ്ക്ക് താങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ഒരു കൗതുകമാണ് ആമസോൺ കാടുകളിലൂടെ ഒഴുകുന്ന മറ്റൊരു നദി. ആമസോൺ നദിയുടെ കൈവഴിയാണ് ടെനായ് ടെംഷിക്ക. ബോയിലിംഗ് റിവർ എന്ന് അറിയപ്പെടുന്ന ഈ നദി ലിറ്ററലി തിളച്ചു മറിയുന്ന ഒരു നദി തന്നെയാണ്. ഈ തീവ്ര താപനില എന്തുകൊണ്ടെന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. 45 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഓൾമോസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ജലത്തിന്റെ ഉയർന്ന താപനില. എന്നിരുന്നാലും ഇതിന് കാരണം എർത്തിന്റെ സർഫസിലെ ക്രാക്സിലൂടെ ജലം ഇറങ്ങുകയും അണ്ടർഗ്രൗണ്ടിൽ കുറച്ചു സമയം ഇരിക്കുകയും ചെയ്യുമ്പോൾ ചൂടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, എർത്തിനുള്ളിലേക്ക് പോകുന്തോറും തിളയ്ക്കുന്ന ചൂടാണ്. ഇങ്ങനെ ചൂടായ ജലം തിരികെ ഷൂട്ട് ബാക്ക് ചെയ്ത് എർത്തിന്റെ ക്രാക്സ് ആൻഡ് വിള്ളലിലൂടെ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഈ ഫിനോമിനൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് കാണാം. Please like, comment and subscribe. Thank you for watching.